സോഷ്യൽ മീഡിയ തുറന്ന് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരൊറ്റ വിഷയം ജെഫ്രി എപ്സ്റ്റീൻ അഥവാ എപ്സ്റ്റീൻ ഫയൽ. അതെന്ന് വെച്ചാൽ കൊടും ക്രൂരന്മാരായ കുറേ ആൾക്കാർ, പക്ഷേ നമ്മളുടെ മുഖംമൂടിയിട്ട് ചെന്നായ പോലെയാണ്. നമ്മൾ സമൂഹത്തിൽ അവർ വലിയ വലിയ ഉന്നത നിലകളിലേക്ക് എത്തിയുള്ള ആൾക്കാരാണ്. പക്ഷേ അവരുടെ തനി സ്വരൂപം അറിയാൻ വേണ്ടി എപ്സ്റ്റീൻ ഫയൽസ് തുറക്കേണ്ടി വന്നു. സോ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് എൻ്റെ വീഡിയോസിൽ. സോ നമുക്ക് വീഡിയോയ്ക്കകത്ത് പോകാം. ഓക്കെ, 3, 2, 1. So guys, welcome back to my YouTube channel. It's me, Laura's Diary. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ചാണ്. സോ അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു. ടീച്ചർ ആയതിനു ശേഷം അയാൾ ബാങ്കിങ് ഫീൽഡിലും ഫിനാൻഷ്യൽ ഫീൽഡിലും അയാൾ എത്തിപ്പെട്ടു. അതിനുശേഷം അയാൾ ഒരു മില്യനറായി. സോ ഇവർക്ക് ഒരു കമ്മ്യൂണിറ്റി സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവർ പല ബിസിനസ് മാനോടും പിന്നെ ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ ഉന്നതമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോരോ പാർട്ടി നടത്തുമായിരുന്നു. അപ്പോൾ വലിയ വലിയ മുതിർന്ന പൈസക്കാരോ പിന്നെ രാഷ്ട്രീയ ബലമുള്ളവരൊക്കെ ഇൻവൈറ്റ് ചെയ്ത് അവരുടെ പാർട്ടി ക്ഷണിക്കും. അതിനുശേഷം അവർക്ക് അവിടെ എല്ലാം തന്നെ അവിടെ ലഭിക്കുന്ന പോലെയാണ് എപ്സ്റ്റീൻ സെറ്റായി കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് പെണ്ണിന് പെണ്ണ്, കള്ളിന് കള്ള്, എന്തും പാർട്ടിയിൽ വെച്ചാൽ എന്തും അവർക്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലേസാണ് അവിടെ എൻവറോൺമെൻറ്റിന് അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ ബാധിക്കപ്പെടുന്നവരോ 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, മൈനറാവാത്ത കുട്ടികളാണ് അവിടെ ബാധിക്കപ്പെടുന്നത്. സോ ഇതൊക്കെ ഫസ്റ്റ് നടന്നുകൊണ്ടിരുന്നത് ന്യൂയോർക്കിലായിരുന്നു. സ്വന്തമായിട്ടൊരു ഐലാൻഡിൽ സ്ഥാപിച്ചും 75 ഏക്കറുള്ള സ്ഥലത്തും ഇവരുടെ സ്ഥലം മാത്രം ഇവർക്ക് പാർട്ടി നടത്താൻ മാത്രമുള്ളൊരു വലിയൊരു ബിൽഡിംഗ് കെട്ടി അതിനകത്ത് പാർട്ടി നടത്താനുള്ള സെറ്റപ്പ് മുഴുവൻ ചെയ്ത് പെണ്ണിന് പെണ്ണ്, കള്ളിന് കള്ള്, അവിടെ എന്ത് തോന്നിയ ദിവസം നടക്കണ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് ആൾക്കാരുടെ ബലം വേണം, പൈസ ബലം വേണം. സോ ജെഫ്രി ഈ ഒരു ഫീൽഡായിരുന്നു മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തൊരു മെത്തേഡ്. അതിനുശേഷം 2005 ആദ്യമായിട്ട് 16 വയസ്സായ കുട്ടിയെ ഫസ്റ്റ് ടൈമായിട്ട് അവർക്കെതിരെ ഒരു അബ്യൂസ്മെൻറ്റ് കേസ് കൊടുക്കുന്നത്. സോ അതിൽ പറയുന്നത് 35ഓളം പെൺകുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോയി മിസ്യൂസ് ചെയ്ത് അബ്യൂസ് ചെയ്തു സെക്ഷുവലായിട്ട് മുതിർന്ന ആൾക്കാരുടെ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്തു എന്നാണ് ഒരു കേസിൽ പറയുന്നത്. പക്ഷേ അതിന് 2008 അവരുടെ മേൽ കേസ് എടുത്ത് അവരെ 13 ദിവസം ജയിലിലാക്കിയ ശേഷം അതിനുശേഷം അവർ പുഷ്പം പോലെ പുറത്തിറങ്ങി വന്നു. അത് എല്ലാവർക്കും നല്ല ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് തന്നെയായിരുന്നു. 2016 പ്രായപൂർത്തി ആകാത്ത കുട്ടികളെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നു, സെക്ഷുവലി അവിടെ അവരുടെ പാർട്ടി കൊണ്ടുപോയിട്ട് മുതിർന്നവർക്ക് ഇപ്പോൾ വയസ്സായ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ സെക്ഷുവലി ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ജെഫ്രിയെ കേസിൽ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം 2019 തന്നെ അയാൾ സൂസൈഡ് ചെയ്തു എന്നാണ് അതിൽ റിപ്പോർട്ടിൽ പറയുന്നത്. സോ അദ്ദേഹം സൂസൈഡ് തന്നെയാണോ ചെയ്തത് അതോ ഇതിന് പിന്നിൽ വേറെ വല്ല കഥയുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ജെഫ്രിയുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളെ എറിഞ്ഞു കൊടുക്കുക, പൈസക്കാരുടെ മുന്നിൽ എറിഞ്ഞു കൊടുത്ത് പാവങ്ങളായ ഗ്രാമത്തിൽ നിന്നൊക്കെ കുട്ടികളെ പിടിച്ചിട്ട് വന്നിട്ട് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പിടിച്ച് വന്ന് ഇപ്പോൾ പൈസക്കാരുടെ ഫ്രണ്ടിൽ ഇതേപോലെ പാർട്ടി വയ്ക്കും. അപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ ഫ്രണ്ട് എറിഞ്ഞു കൊടുത്ത് അവർ സെക്ഷുവലി അബ്യൂസ് ചെയ്ത് ചിലവരതിൽ മരിച്ചു പോകും, ചിലപ്പോൾ അവർ കൊന്ന ശേഷം അവരതിനെ പാസ്തയായിട്ടും പിസയായിട്ടും കുക്ക് ചെയ്ത് കഴിച്ചു. അതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. അത് കേൾക്കുമ്പോൾ തന്നെ കണ്ണിൽ കൂടെ എന്താ നമ്മുടെ ഈ കേസ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ തൊട്ടും എൻ്റെ ഫീഡിൽ വന്നപ്പോൾ തൊട്ടും എൻ്റെ മൈൻഡ് സ്റ്റക്കാണ് ഗൈസ്. സോ എൻ്റെ വീട്ടിലും ഇതേ പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. സോ എനിക്കിത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് നേരെ സമാധാനത്തോടെ ഇരിക്കാൻ എനിക്ക് പറ്റിയില്ല. മൈൻഡ് ഫുള്ള് ആ ഒരു കേസിനെ പറ്റി ഇത് എങ്ങനെ സാധിക്കുന്നു. സോ ഇതിൽ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ ഫയൽസിൽ അടങ്ങിയിരിക്കുന്നത് മുഖ്യ പ്രബലനായ ആൾക്കാരാണ്. നമ്മൾ ആരാധിക്കുന്ന കുറേ പൊളിറ്റീഷ്യൻസ്, ആക്ടേഴ്സ്, സയൻറ്റിസ്റ്റ് ഉൾപ്പെടെ അത് ഇൻക്ലൂഡഡ് ആണ്. ഈവൻ ട്രംപാണ് അതിൽ മെയിനായിട്ടുള്ള ഒരു കക്ഷി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, സ്റ്റീഫൻ ഹോക്കി ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിലുണ്ടെന്നാണ് ഫയൽസിൽ അറിയപ്പെടുന്നത്. സോ ഗൈസ് 2025 ഡിസംബറിലാണ് ഡൊണാൾഡ് ട്രംപ് എപ്സ്റ്റീൻ ഫയൽ പുറത്തു വിടാന്നുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചത്. അതിനുശേഷമാണ് ജനുവരി തൊട്ടാണ് സോഷ്യൽ മീഡിയയിൽ വെബ്സൈറ്റുകളിലായാലും നമ്മൾക്ക് എപ്സ്റ്റീൻ്റെ ഫയൽസ് എല്ലാം കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ കൊടുത്താൽ കൂടെ നമ്മൾ എപ്സ്റ്റീൻ ഫയൽസ് മുഴുവൻ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നതാണ്. സോ ഇത് ഈ ഒരു വീഡിയോസും ഫയൽസും അതിൽ പറയുന്നത് 3.5 മില്യൺ പേജസും പിന്നെ 2000-ലധികം വീഡിയോസും അത്രയും ബൾക്കായിട്ടുള്ള ഫയൽസൊക്കെയാണ് എപ്സ്റ്റീൻ ഫയൽസിലുള്ളത്. സോ ഇത് പകുതി മാത്രമാണ്. അതിന് പുറമെ വേറെ കുറേ ഫയൽസുകളുണ്ട്, അത് പുറത്ത് വിട്ടിട്ടില്ല. സോ ഇതിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫുൾ ഇതിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. സോ ഇതിനെപ്പറ്റി ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ അവർ ഇനിയും ഫയൽസ് പുറത്ത് വിടേണ്ടതാണ്. സോ ഗൈസ് നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മുടെ സമൂഹം വളരെ വളരെ ദയനീയ അവസ്ഥയാണ്. സോ ഇവിടെ പൈസയും പവറും ഉള്ളവർക്ക് ഇവിടെ ജീവിക്കാം, പൈസയും പവറുള്ളവർക്ക് ഇവിടെ എന്തും ചെയ്യാം. ഇവരെ തട്ടി ചോദിക്കാൻ ആരുമില്ല ഇവിടെ. സോ ഗൈസ് ഒന്ന് നിങ്ങൾ ആലോചിക്കണം. ഇത് ഹൈ പോസ്റ്റിലിരിക്കുന്നവരാണ് ഇതിനൊക്കെ എന്താ പറയുക വിക്ടിംസുകൾക്ക് ഇനി നീതി കിട്ടുമെന്ന് പോലെ അറിയില്ല. പക്ഷേ മെയിൻ ക്രിമിനൽസാണ് ഇവർ നമ്മൾ കേസ് കൊടുക്കാൻ വേണ്ടി പോകണം. ഡൊണാൾഡ് ട്രംപിനെതിരെ കേസ് കൊടുക്കും. സോ ഡൊണാൾഡ് ട്രംപിനെടുത്ത് കേസ് കൊടുത്താൽ അത് ആര് ബാധിക്കും? സോ ഗായ്സ് ഇതിൻ്റെ കേസിൽ നമുക്കൊരു നല്ലൊരു
ജസ്റ്റിസ് കിട്ടുമെന്ന് പോലും നമുക്കറിയില്ല. സോ നമുക്ക് പ്രേ ചെയ്യാൻ കിട്ടണം എന്നുള്ളത്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ പിന്നെ ചിക്കൻ്റെ ഇടയിൽ കുട്ടികളുടെ മാംസം വയ്ക്കുക, കുട്ടികളെ മൃഗീയമായി പീഡിപ്പിക്കുക. ഫോട്ടോസൊക്കെ ഞാൻ ഇതിനിടയ്ക്കൊക്കെ ഞാൻ ഇടുന്നതാണ്. ഓക്കെ, എനിക്കത് കണ്ടിട്ട് ഓക്കെ തോന്നിയില്ല. എൻ്റെ മൈൻഡ് ഫുൾ ബ്ലാങ്കാണ്. സോ ഞാൻ എന്താ പറയുന്ന പോലെ എനിക്കറിയില്ല. സോ നമ്മൾ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കിത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ. സോ ഇവർക്കൊക്കെ നല്ലൊരു പനിഷ്മെൻറ്റ് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല. സോ നമ്മൾ പ്രേ ചെയ്യാം, ഇനി ഇങ്ങനെ ഒരു സംഭവം ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് പ്രേ ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എന്ത് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.